ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ മോയ്സ്ചറൈസർ എന്നുള്ളത്. നമ്മൾ സൺസ്ക്രീൻ പോലെ തന്നെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ എന്നുള്ളത്. അപ്പൊ നമുക്ക് അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു അടിപൊളി മോയ്സ്ചറൈസർ എന്ന് പരിചയപ്പെടാം. നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്, പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ തന്നെ രണ്ട് വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ്. സൂപ്പർ ലൈറ്റ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ലൈറ്റ് മോയ്സ്ചറൈസറും ഉണ്ട്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ സൂപ്പർ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വേരിയന്റ് കൂടുതലായിട്ട് സ്യൂട്ട് ആവുന്നതെന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നുകാർക്കാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ജെൽ ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സ്യൂട്ട് ആകുന്നത് നമുക്ക് ഓയിലി സ്കിന്നുകാർക്കാണ്. പക്ഷെ ഈ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. സോ ഇത് നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്കായിരിക്കും കൂടുതൽ യൂസ് ആക്കാൻ പറ്റുന്നത്, കൂടുതൽ സ്യൂട്ട് ആവുന്നത് നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്കാണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈറ്റമിനെയും അതുപോലെ തന്നെ ഗ്ലിസറിനുമാണ്. വൈറ്റമിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കാനും അതുപോലെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ മാറ്റി നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വൈറ്റമിൻ എന്ന് പറയുന്നത്. അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫേസിലെ ഡ്രൈനെസ് ഒക്കെ മാറ്റി നല്ല സ്മൂത്ത് ആക്കി നല്ല സപ്പിൾ ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഡ്രൈനെസ് ഒക്കെ നീക്കാൻ പറ്റുന്ന രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മൾ ഈ വൈറ്റമിൻ ക്യാപ്സ്യൂൾ ഒക്കെ യൂസ് ചെയ്യാറില്ല, ഇവിയോണിന്റെ ടാബ്ലറ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ റിങ്കിൾസ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിനെയും ഗ്ലിസറിനും ഉള്ളത് കൊണ്ട് നമുക്ക് കണ്ണും പൂട്ടി നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് കൺസിസ്റ്റൻസി വന്നിട്ട് ഭയങ്കര ഒരു ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇതിങ്ങനെ ഒരു ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. നമുക്ക് ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്മൂത്ത് ആയിട്ട് സപ്പിളാക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഭയങ്കരമായിട്ട് നമുക്കിത് അബ്സോർബ് ആവും നമ്മുടെ സ്കിന്നിലേക്ക്. അതുകൊണ്ട് നമുക്ക് ഏതൊരു സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയാണ്. ഞാനിത് 3ാമത്തെ വർഷമാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 3 വർഷമായിട്ട് എന്റെ കൂടെയുള്ളതാണ്. ഇതിന്റെ ഒരു ട്രാവൽ സൈസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ ട്രാവൽ സൈസ് ഒരു കുഞ്ഞു സൈസ് ഉണ്ട്, ഒരു വലിയ സൈസ് ഉണ്ട്, പിന്നെ ഈ ഒരു സൈസ് ഉണ്ട്, പിന്നെ നമുക്ക് ഒരു ട്രാവൽ സൈസ് അവൈലബിൾ ആണ്. ഞാൻ ആദ്യമൊക്കെ വാങ്ങിക്കുന്ന ഈ ഒരു സൈസിലുള്ളതായിരുന്നു ഞാൻ കൂടുതലും ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇത് തന്നെ ഞാനൊരു 4-5 യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിന്റെ കൺസിസ്റ്റൻസി വന്നിട്ടാണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ തന്നെ എന്റെ സ്കിന്നിന് ഇത് സ്യൂട്ട് ആവും. അതുപോലെ തന്നെ നമുക്ക് ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് നമുക്ക് ഒരു വെതറിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സമ്മർ ആണെങ്കിലും വിന്റർ ആണെങ്കിലും എല്ലാത്തിലും നമുക്ക് അങ്ങനെ ക്രീമി ആണെന്ന് വെച്ച് നമ്മുടെ ഓയിൽനെസ്സോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് ഏത് വെതറും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പല തരത്തിൽ യൂസ് ചെയ്യാം. നമുക്കിപ്പോ ഷേവിംഗ് ക്രീം ഇല്ല, നമുക്കിപ്പോ ഷേവ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഷേവിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമുക്കൊരു ഷേവിംഗ് ക്രീം ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ BB ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് തപ്പുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ BB ക്രീം ഒന്നും അവൈലബിൾ ആവത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള ട്യൂബിൽ നമുക്ക് കാണത്തില്ല, നമ്മൾ ഞെക്കി പിഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫൗണ്ടേഷൻ എടുക്കുക, അതുപോലെ കുറച്ച് ക്രീം എടുക്കുക, നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് പെട്ടെന്നൊക്കെ പോകേണ്ട സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ല, നമ്മുടെ കയ്യിൽ അത് തപ്പിയിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ തീർന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ വരത്തില്ലേ, അപ്പൊ നമുക്ക് നല്ലൊരു BB ക്രീം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ലൊരു ബോഡി ക്രീം ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ക്രീം കുറച്ചെടുക്കുക, നമ്മുടെ മോയ്സ്ചറൈസർ കുറച്ചെടുക്കുക, അതുപോലെ തന്നെ കുറച്ച് ഓയിൽ, ഒരു ശകല ഓയിൽ, ഒരുപാടല്ല, ഒരു തുള്ളി, ഒരു ഡ്രോപ്പ് ഓഫ് ഓയിൽ നമ്മൾ മിക്സ് ചെയ്യുക, നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുക. അത് നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിത് 3-4 തരത്തിലൊക്കെ നമ്മൾ ഹാക്സ് നോക്കിയാലാണെങ്കിൽ നമുക്ക് കാണാം. ഇത് BB ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഷേവിംഗ് ക്രീം ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബോഡി ക്രീം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു മോയ്സ്ചറൈസർ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഈ പോൺസിന്റെ മോയ്സ്ചറൈസർ എന്നുള്ളത്. അപ്പം വാങ്ങിക്കുമ്പോഴത്തേക്ക് നോക്കി വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ലൈറ്റ് എന്നുള്ളൊരു ആ ടൈറ്റിൽ നോക്കുക. ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അപ്പം ചെറിയൊരു വ്യത്യാസമുണ്ട്, കളർ വ്യത്യാസമുണ്ട്, നമ്മുടെ പാക്കേജിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ട്രാവൽ സൈസ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പം പെട്ടെന്ന് ഇപ്പൊ നമുക്ക് വലിയ സൈസ് വാങ്ങിക്കാൻ പറ്റുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്, യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ ഒരു ട്രാവൽ സൈസ് നോക്കിയാൽ മതി. ആദ്യം തന്നെ വലിയ പാക്ക് നമുക്ക് വാങ്ങിക്കണം എന്നൊന്നുമില്ല. ആദ്യം നമുക്ക് ട്രാവൽ സൈസ് നോക്കിയിട്ട് അത് വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വലിയ സൈസിലേക്ക് വാങ്ങിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ട്, അതിൽ ഓൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ബൈ.